കൽപ്പടവുകൾ ചവിട്ടി ഞങ്ങൾ താഴേക്കിറങ്ങാൻ ആരംഭിച്ചു. ₹100 ടിക്കറ്റ് എടുക്കണം. ഒരു വശത്തേക്ക് മാത്രം ദൂരം 1.77 കിലോമീറ്റർ എന്നാണ് ബോർഡ്. പക്ഷേ അതിൽ കൂടുതലുണ്ട്. കാര്യം എന്താണെന്ന് അവസാനം പറയാം. മൗറിങ്ഖാങ് ട്രക്കിന് ബാംബു ട്രക്ക് എന്നും പേരുണ്ട്. മുളകൾ കൊണ്ട് കിട്ടിയ പടികളും പാലങ്ങളും ഉള്ളതിനാലാണ് ആ പേര്. മൗറിങ്ഖാങ് പുഴ കടക്കാൻ ചെറിയൊരു തൂക്കുപാലമുണ്ട്. ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിലും ഇടയ്ക്കും അവസാനവുമായി വഴിയിൽ 3 സ്ഥലങ്ങളിൽ ചെറിയ കടകളുണ്ട്. അവിടെ ചെറിയ കുപ്പിയിൽ വെള്ളവും കൂൾ ഡ്രിങ്ക്സും ചോക്ലേറ്റുകളും ബിസ്ക്കറ്റും ഒക്കെ ലഭിക്കും. മൗറിങ്ഖാങ് എന്ന് പറഞ്ഞാൽ കല്ലുകളുടെ രാജാവ് എന്നാണ് അർത്ഥം. ഖാസി ഗോത്രത്തിൻ്റെ ഐതിഹ്യപ്രകാരം പണ്ട് ഇവിടെയുള്ള കല്ലുകൾ തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുകയും അതിൽ മൗറിങ്ഖാങ് എന്ന കല്ല് രാജാവാകുകയും ചെയ്തു. അങ്ങനെയിരിക്കെ രാജാവ് അയൽരാജ്യത്തെ തിയാങ് എന്ന കല്ലുമായി പ്രണയത്തിലായി. ആ രാജ്യത്തെ ശക്തനായ മറ്റൊരു കല്ല് അതിഷ്ടപ്പെടാതെ മൗറിങ്ഖാങ്ങുമായി യുദ്ധം ആരംഭിച്ചു. ആ വലിയ യുദ്ധത്തിൽ മൗറിങ്ഖാങ്ങിൻ്റെ ഒരു കൈ നഷ്ടമായി. എന്നിട്ടും തിരിച്ചടിച്ച് എതിരാളിയെ തോൽപ്പിച്ച രാജാവ് തിയാങ്ങിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചു എന്നാണ് കഥ. രാജാവിൻ്റെ കൈ വീണത്, എതിരാളിയുടെ തല വീണത്, കാമുകി എന്നിങ്ങനെ ഒട്ടേറെ കല്ലുകളുണ്ട്. ഇത് കുളിക്കാനുള്ള സ്ഥലമാണ്. പക്ഷേ ഇറങ്ങണമെങ്കിൽ ഫീസ് കൊടുക്കണം. ഇവിടെയുള്ള കട തുറന്നിട്ടില്ല. ഇവിടെല്ലാം നേരത്തെ ഇരുട്ടാവുന്നതിനാൽ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ രാത്രി ഭക്ഷണം വൈകുന്നേരം 5 മണിയോടെ കഴിക്കും. ക്ഷീണം തോന്നിയപ്പോഴാണ് ഭക്ഷണം കഴിച്ചിട്ട് 15 മണിക്കൂർ പിന്നിട്ടില്ല എന്ന് ഓർത്തത്. എൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നു. കുറച്ചു നേരം വിശ്രമിച്ചു. വെള്ളം പോലും കൈ കരുതിയിട്ടില്ല. വരുന്ന വഴി വാങ്ങാമെന്ന് കരുതി കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ഇറങ്ങിയത്. ഈ കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നെങ്കിലും തളർച്ച കാരണം ആസ്വദിക്കാനായില്ല. ഞാൻ വ്യൂ പോയിന്റ് വരെ ഉള്ളൂ എന്ന് നേരത്തെ പറഞ്ഞതിനാൽ കൂടെയുള്ളയാൾ തനിയെ മുന്നോട്ട് പോയിരുന്നു. എന്നെ മറികടന്നു പോയ ഒരാളോട് അല്പം വെള്ളം കടം വാങ്ങി കുടിച്ചു. അതിൻ്റെ ബലത്തിൽ നിരങ്ങി മുന്നോട്ട് നീങ്ങി.
അവസാനം വ്യൂ പോയിന്റിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് നിരങ്ങി നീങ്ങിയും അള്ളിപ്പിടിച്ച് കയറിയുമുള്ള യാത്ര എനിക്ക് പറ്റിയ പണിയല്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോയിന്റിൽ ഞാൻ ട്രക്കിംഗ് നിർത്തുമെന്ന് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അവിടെ ഉണ്ടായിരുന്ന ചെറിയ കടയിൽ നിന്നും എന്തെല്ലാമോ വാങ്ങി കഴിച്ചും കുടിച്ചും സമനില വീണ്ടെടുത്തു. ഈ കാണുന്ന പാറയാണ് മോറിംഗ് ഖാങ്. ഈ വ്യൂ പോയിന്റിൽ നിന്നും 200 മീറ്റർ കൂടെയുണ്ട് അവിടേക്കെത്താൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അജു അവിടെ കയറിയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നത് കണ്ട് കടയുടെ ഉടമസ്ഥനായ കുട്ടിയും ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. പേര് ചോദിച്ചപ്പോൾ നാക്കുളക്കുന്ന ഒരു പേര് പറഞ്ഞു. വീട് ചോദിച്ചപ്പോൾ ഈ മലനിരകൾ ചൂണ്ടിക്കാട്ടി. തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇതാണ് ഈ ട്രക്കിങ്ങിൻ്റെ ഗൂഗിൾ മാപ്പ്. പാർക്കിംഗ് മുതൽ ടിക്കറ്റ് കൗണ്ടർ വരെ കല്ലുകൾ പതിച്ച കുത്തനെയുള്ള ഇറക്കം ഗൂഗിൾ മാപ്പിൽ 350 മീറ്റർ കാണിക്കുന്നുണ്ട്. അവിടെ മുതൽ തൂക്കുപാലം വരെ 50 മീറ്റർ. പാലം മുതൽ ഏറ്റവും ഉയരം കൂടിയതും മനോഹരമായ വ്യൂ കണ്ടതുമായ മുള കൊണ്ടുള്ള പാലം വരെ 1.2 കിലോമീറ്റർ. അവിടുന്ന് ഞങ്ങൾ വിശ്രമിച്ച വ്യൂ പോയിന്റ് വരെ 320 മീറ്റർ. പിന്നീട് മോറിംഗ് ഖാങ് പാറ വരെ 200 മീറ്റർ എന്നിങ്ങനെയാണ് ദൂരം. ഇതിൽ ആദ്യത്തെ 350 മീറ്റർ ട്രക്കിംഗ് ദൂരമായി പരിഗണിച്ചിട്ടില്ല എന്നതാണ് വിചിത്രമായ കാര്യം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി 700 മീറ്റർ ദൂരം കൂടുതൽ സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് സാരം. തിരിച്ചെത്തി പുഴയിൽ മുഖം കഴുകിയ ശേഷം ക്ഷീണം കാരണം പാറയിൽ അല്പനേരം വിശ്രമിച്ചു. കണക്കിൽപ്പെടാത്ത ഈ ദൂരം എങ്ങനെ തിരിച്ചു കയറും എന്നതായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ.